നമസ്കാരം. ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. ഇന്ന് നമുക്ക് അതിഥിയായിട്ട് കിട്ടിയിരിക്കുന്നത് ഒരു അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് FJ തരകൻ. ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവരും അദ്ദേഹത്തെ തരകൻ ചേട്ടൻ എന്ന് വിളിക്കും. ചിലപ്പോൾ തരകൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചില പ്രേക്ഷകർക്കെങ്കിലും അറിയാൻ സാധ്യത കുറവാണ്. പക്ഷേ കുടുംബവിളക്കിലെ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. കുടുംബവിളക്കിലെ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ചേട്ടനെ അറിയാവും. കാരണം അത്രമാത്രം മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു കഥാപാത്രമാണ് ശിവദാസ മേനോൻ. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ശിവദാസ മേനോനിൽ നിന്ന് തന്നെ തുടങ്ങാം. ആ ക്യാരക്ടറിനെ കുറിച്ചും എങ്ങനെയാണ് ആ ക്യാരക്ടർ ചേട്ടനെ തേടി എത്തിയതെന്നും ഒന്ന് പറയണം. ആ ക്യാരക്ടർ വളരെ യാദൃച്ഛികമായിട്ട് എനിക്ക് കിട്ടിയതാണെന്ന് തന്നെ പറയാം. കാരണം ഞാൻ 2009 ഞാൻ ഖത്തറിൽ നിന്ന് ഇവിടെ തിരിച്ചു വന്നിട്ട് വരുമ്പം തന്നെ ഒരു മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, ഏതെങ്കിലും ഫിലിമിലോ അല്ലെങ്കിൽ സീരിയലിലോ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് നോക്കണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സുണ്ട്. പക്ഷേ അന്ന് നമുക്ക് ആരെയും അറിയാത്തതുകൊണ്ട് ആരും വിളിക്കാറുമില്ല, നമുക്ക് പറയാനും ആളില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരുന്നു. 2013 തോന്നുന്നു ഞാൻ രഘുത്തമൻ സാറിൻ്റെ ഒരു നാടകക്കളരി അറ്റൻഡ് ചെയ്യാൻ പോയി. അദ്ദേഹം അത് 45 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ്. അവിടെ പോയപ്പോൾ അവിടെ ഒരു ലേഡിയുമായിട്ട് പരിചയപ്പെട്ടു. അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, സാറിനെ കണ്ടാൽ അഭിനയിക്കാനൊക്കെ വളരെ പറ്റിയ മുഖമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തന്നെ ഇവിടെ പല റോളും സാറ് ചെയ്തപ്പോൾ നന്നായിട്ട് തോന്നുന്നുണ്ട്. വൈ ഡോണ്ട് യു ട്രൈ ഇൻ സിനിമ ഓർ സീരിയൽ? ഞാൻ പറഞ്ഞു നമ്മളെ ആരും വിളിക്കുന്നില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തൊരു ഈ കാസ്റ്റിംഗ് ഏജൻറ്റിൻ്റെ നമ്പർ എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞാൽ പുള്ളിയെ പുള്ളി എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തരുമെന്ന് പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചു. അവർ ചെറിയ രജിസ്ട്രേഷനൊക്കെ ഫീസ് വാങ്ങിച്ചിട്ട് ഭാഗ്യജാതകം എന്ന് പറഞ്ഞ ഒരു സൂര്യയുടെ സീരിയലിലേക്ക് എന്നെ വിളിച്ചു. അതൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു ഡയലോഗൊക്കെ ആയിട്ട്. അന്ന് ഈ സീരിയൽ എങ്ങനെയാണ് ഡയലോഗ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനതിന് മുമ്പ് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ബെസ്റ്റ് ആക്ടറായിട്ടുണ്ട്, അനേക നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, സ്കൂൾ കോളേജ് തലങ്ങളിലും അല്ലാതെ എല്ലാം. അപ്പോഴെൻ്റെ മനസ്സിലെ വിചാരം അതുപോലെ തന്നെ നമ്മൾ ഡയലോഗ് കാണാതെ പഠിച്ചിട്ട് പറയുന്നുള്ളൂ. പക്ഷേ ഇതല്ല, നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ടിട്ട് പറയുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോഴത് എനിക്ക് ഡയലോഗ് എൻ്റെ പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആ ഡയലോഗ് ഏറ്റു പറയുന്ന സന്ദർഭമൊക്കെ അന്നുണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഏജൻറ്റ് അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത് അഭിനയിക്കാൻ അറിയാമെന്നല്ലേ പറഞ്ഞു, പക്ഷേ ഡയലോഗ് പോലും പറയാൻ പറ്റുന്നതിലായിരുന്നല്ലോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുണ്ടായി. അത് കഴിഞ്ഞിട്ട് എന്നെ ഈ ഏജൻറ്റ് എന്നെ വിളിച്ചത് പരസ്പരം സീരിയലിലേക്കാണ്. പരസ്പരത്തിൻ്റെ സീരിയലിൽ ഞാൻ പോകുന്നത് ഒരു നൂലുകെട്ട് ചടങ്ങിൽ ഒരു കാരണവരായിട്ട് നിൽക്കുന്ന ഒരു സീനിലാണ്. അന്ന് അതിൻ്റെ ഡയറക്ടർ നമ്മുടെ കുടുംബളക്കിൻ്റെ തന്നെ ആയിരുന്ന മഞ്ജു ധർമ്മൻ സാറാണ് അതിൻ്റെ ഡയറക്ടറായിരുന്നത്. അപ്പോൾ അദ്ദേഹം ആ സീൻ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറിൻ്റെ വളരെ നല്ല അപ്പിയറൻസാണ് എന്നാണ് പറഞ്ഞത്. ആക്ടിങ് തന്നെയാണെന്നൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല അപ്പിയറൻസാണ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ എന്തെങ്കിലും പുതിയ വർക്കുകൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്? ഞാനല്ല ചെയ്യുന്നത്, കാസ്റ്റിങ്ങിൽ എനിക്ക് റോളില്ല, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ എന്താണെന്ന് ചെയ്യുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ചന്ദനമഴയിൽ ഇതുപോലെ തന്നെ 2 സീൻ വിളിച്ചിരുന്നു. പിന്നെ പരസ്പരത്തിൽ തുടർച്ചയായിട്ട് ഡിഫറൻ്റായിട്ടുള്ള 7 വേഷങ്ങൾ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്. മൊത്തം 8 വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ ആദ്യം ചെയ്ത് ഈ നൂലുകെട്ടിൻ്റെ കാരണവരായിട്ട്, പിന്നെ ചെയ്തത് ഹീറോയിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന പബ്ലിക് സർവീസിൻ്റെ ചെയർമാനായിട്ട്, ഇൻ്റർവ്യൂവിൻ്റെ ചെയർമാനായിട്ട്, പിന്നെ അഡ്വക്കേറ്റായിട്ട്,
പിന്നെ പിന്നെ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വരുന്ന ആളായിട്ട് ഇങ്ങനെ പല വേഷങ്ങളൊക്കെ ചെയ്ത് പരസ്പരത്തിൽ. പക്ഷെ അതൊന്നും മനുഷ്യൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വേഷമായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഭാഗ്യത്തിന് എനിക്ക് കെ രാജീവ് സാറിൻ്റെ ഒരു ഇതിലേക്ക് വേറൊരു ഏജൻറ്റ് വഴി എനിക്കൊരു അവസരം കിട്ടും. അതിലൊരു ജഡ്ജിയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അന്ന് അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള സിനിമാ നിർമ്മാതാക്കളും ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചു നോക്കി എന്തെങ്കിലും ചാൻസ് കിട്ടുമെന്ന്. അവർ നോക്കട്ടെ എന്ന് പറഞ്ഞതല്ലാതെ ആരും കാര്യമായിട്ടുള്ളൊരു റോളും തന്നില്ല. ഈ അത് ഈശ്വരൻ സാക്ഷിയായി, അതായിരുന്നു ആ സീരിയലിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് കെ രാജേശ്വരൻ്റെ അയലത്തെ സുന്ദരി, അതിൽ സാർ വിളിച്ചു, അതിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് തോന്നിയാക്ഷരങ്ങളിൽ നല്ലൊരു വില്ലൻ റോളായിരുന്നു. ചക്രവാണി എന്ന് പറഞ്ഞൊരു ഫിലിം പ്രൊഡ്യൂസറായിട്ട് വളരെ ആഭാസനായിട്ടുള്ളൊരു ഒരു ക്യാരക്ടറായിരുന്നു അത് അഭിനയിച്ചു. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വാനമ്പാടിയിൽ എന്നെ വിളിക്കുന്നത്. അതിൻ്റെ ഫോട്ടോഗ്രാഫർ വിമൽ എൻ്റെ സുഹൃത്തായിരുന്നു, ഫേസ്ബുക്ക് സുഹൃത്താണ്. അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. വരാൻ പറഞ്ഞു. ചെന്നു. ബാലരാമത്തൊരു റിസോർട്ടിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആദിത്യൻ സാറുണ്ടായിരുന്നു, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ സാറും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴവരെ എൻ്റെ പേരൊക്കെ ചോദിച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് എല്ലാം പറഞ്ഞു. ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്ക് അവിടെ ക്യാരക്ടറിൻ്റെ പേര് ഇരുന്നത് ജേക്കബ് തരകൻ എന്നാണ്. അപ്പോൾ ഞാനിതെന്താ ചോദിച്ചാൽ അത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം പറഞ്ഞത് ആ പേര് തന്നെ ഈ ക്യാരക്ടറിന് മതി എന്നുണ്ട്, ഫിലിം പ്രൊഡ്യൂസർ ജേക്കബ് തരകൻ. അപ്പോൾ അതെനിക്ക് വളരെയധികം ആൾക്കാർ എന്നെ നോട്ട് ചെയ്ത ഒരു റോളായിരുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. കാരണം അതിലൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി പാട്ടുകാരിയാണ്, ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി പാടണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം പോയിട്ട് ഈ ഫിലിം പ്രൊഡ്യൂസർ ആ കുട്ടിയെ കൊണ്ട് പാടിക്കാം എന്ന് ഒരു ഓഫർ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ട് പാടിക്കാൻ പോകുന്ന മനുഷ്യൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ ഈ ക്യാരക്ടർ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലൊരു 2 സീൻ 3 സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഈ ക്യാരക്ടർ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സാധാരണ വരുന്ന കൂടുതൽ ഫ്രണ്ട് റിക്വസ്റ്റ് ഫേസ്ബുക്കിൽ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈ ക്യാരക്ടറുകാരനാണ്. പലരും ചോദിക്കാറുണ്ട് ജേക്കബ് തരകൻ എന്നാണോ പേര്, സീരിയലിൻ്റെ പേര് അതാണല്ലോ, കുറേ ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയ ആൾക്കാർ. അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത് ജോസ് പേരുക്കടയാട്ട്, കൺട്രോളർ. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ ഡിസൈനർ ആണ്. ഈ ഫീൽഡിൽ വളരെയധികം ഷൈൻ ചെയ്തിരിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഫ്രണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും ഫോട്ടോസും ഒക്കെ അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. 1-2 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്നെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഞങ്ങളൊരു പുതിയ സീരിയൽ തുടങ്ങാൻ തോന്നുന്നുണ്ട്, ഏഷ്യാനെറ്റിലാണ്, ഒരു നല്ല വേഷമുണ്ട്, ചേട്ടൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേട്ടൻ മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഒരു സീൻ, അതിൽ ഒത്തനിച്ചായിട്ട് എങ്ങനെ അഭിനയിക്കുന്നുള്ള ഒരു സീൻ എടുത്തിട്ട് ചേട്ടൻ മാത്രം മതി, മറ്റുള്ളവർ ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാനിരുന്നിട്ട് മക്കളിരിക്കുന്നതും കൊച്ചുമക്കൾ തീരെ കുട്ടികളൊക്കെ ഉള്ള ഒരു സീൻ ഇങ്ങനെ അഭിനയിച്ചിട്ട് അയച്ചു കൊടുത്തു. ഞാൻ വിളിച്ചു പോയി പറഞ്ഞു അത് മതിയെന്ന് പറയും. പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു ഓക്കെ, അത് ഒരു എഗ്രി ചെയ്തിട്ടുണ്ട്, ഇന്ന ദിവസം ഫോട്ടോഷൂട്ടിന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്കൊരു ഓപ്പണിങ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അവിടെ ചെല്ലുമ്പോൾ ഞാൻ മുത്തശ്ശനായിട്ടും എൻ്റെ പേരക്കുട്ടികളെ കാണുന്നത്. പക്ഷേ ഈ പേരക്കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാം 10, 22, 25 വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് അതിൽ ക്യാരക്ടറായിട്ട്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ കുടുംബവിളക്കിൻ്റെ ഫസ്റ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്യും. ഫസ്റ്റ് സീൻ മുതലേ ഞാനുണ്ട്, ആദ്യ സീൻ മുതലേ ഞാനുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഫസ്റ്റ് സീനിലുണ്ട്. അതിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ പറയുന്ന പോലുള്ള സംഭാഷണമൊന്നുമില്ല, വളരെ ലിമിറ്റഡ് ഡയലോഗേ ഉള്ളൂ. മറ്റുള്ളവരുടെ സംഭാഷണങ്ങളുടെ പ്രതികരണവും അങ്ങനെയൊക്കെയുള്ളതേ ഉള്ളൂ. പിന്നെ കുടുംബത്തിൽ അവിടുത്തെ മരുമോളായിട്ടിരിക്കുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തി ഓരോരുത്തർ സംസാരിക്കുമ്പം ഇയാൾ നിശബ്ദനായിട്ടിരിക്കുക, അതിന് ശരിക്കുള്ള പ്രതികരണം കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇതെന്ത് റോളാണ്.
എന്തെങ്കിലും പറയണ്ടേ? അതെ അതെ. ഇപ്പൊന്നും പറയാനും പറ്റുന്നില്ല. ഞാനാണെങ്കിൽ പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ശിക്ഷയിലിരിക്കുന്നതാണ്. അങ്ങനെ കുറേ നാൾ പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കാണുമ്പോൾ കുടുംബങ്ങളെ കണ്ടു, പക്ഷേ സാറിനൊന്നും ചെയ്യാനില്ലല്ലോ അതിൽ, വെറുതെ ഇരിക്കുന്നത് കാണാം. എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് മാസങ്ങൾ പോയിട്ട് ഒരു സീനിൽ പെട്ടെന്നാണ് വളരെ ഡിസൈസീവ് ആയിട്ടൊരു സീൻ വരുന്നത്. ഈ മരുമോളുമായിട്ട് അകലം പാലിക്കുന്ന സ്വന്തം മകനെ ഈ അച്ഛൻ വെച്ച് ശാസിക്കുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഞാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഡയലോഗ് കൂടെ എന്നായിട്ട് ഞാനിപ്പോഴും ചിലപ്പോൾ ആ സീൻ വെച്ച് കാണാറുണ്ട്. അത് വന്നപ്പോഴത്തേക്ക് ഞാൻ അത്രയും നാളെ എൻ്റെ മനസ്സിൽ ഈ മോഹനുള്ള അമർഷം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനല്പം വളരെ അമർഷത്തോട് തന്നെ സംസാരിച്ചു. അപ്പോഴും മഞ്ജു ശർമ്മൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഈ ക്യാരക്ടറെ മനസ്സിലാക്കിയിട്ടില്ല. ഇങ്ങനെയല്ല ആ ക്യാരക്ടർ ചെയ്യുക. കാര്യങ്ങൾ പറയും, പ്രതികരിക്കും, പക്ഷേ ദേഷ്യപ്പെടില്ല. ഈ ക്യാരക്ടറെ ജനങ്ങൾ ഇഷ്ടപ്പെടണം. സാറ് ദേഷ്യപ്പെടാൻ തുടങ്ങിയ ആൾക്കാർക്ക് സാറിന് ഇഷ്ടമാവില്ല. സാറ് ദേഷ്യപ്പെടാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കുക, അതാണ് ഇദ്ദേഹത്തിൻ്റെ റോള്. അപ്പോൾ അതെൻ്റെ മനസ്സിലിരുന്നു. അതിനുശേഷം പല സമയത്തും ഞാനിങ്ങനെ കൂടുതൽ ദേഷ്യം കാണിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയും സാർ പറയും, സാറേ ഓർക്കണം ശിവദാസ മേനോനാണ്, സാറ് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ അഭിനയിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അദ്ദേഹം എന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ ശിവദാസ മേനോനായിട്ട് ആൾക്കാരുടെ മനസ്സിൽ കയറി പറ്റാൻ എനിക്ക് പറ്റിയത്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്ന മഞ്ജു ശർമ്മൻ സാറിനോടായിരിക്കും. ക്രെഡിറ്റ് ഗോസ് ടു മഞ്ജു. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ഞാൻ പോയിരുന്നെങ്കിൽ സാർ നമ്മൾ ഈ തമിഴ് സിനിമയിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീരിയലും കാണുന്ന പോലെ ഷൗട്ടിങ്ങും വേറെ ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ഇട്ട് പോയിരുന്നെങ്കിൽ ആൾക്കാർക്ക് ഇത്രയും ഈ ക്യാരക്ടർ ഇഷ്ടപ്പെടുകയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സുമിത്ര എന്ന് പറയുന്ന മരുമകളെ ആ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ഈ ശിവദാസ മേനോൻ്റെ ഭാര്യ സരസ്വതിയും മക്കളും ഈ മകൻ്റെ കാമുകിയും എല്ലാം കൂടെ ഒന്നിച്ച് അവരെ ഹരാസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഹരാസ് ചെയ്തിട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവർ ആശ്രമത്തിൽ പോയി ജീവിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ അവർ തീരുമാനം എടുക്കുന്നതായിട്ടാണ്. ആ സീന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതുവരെ ഞാൻ അതിൻ്റെ മുമ്പും 1-2 സീൻ കിട്ടിയിട്ടുണ്ട്. ഈ മകനെ റിപ്രമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള സീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാക്കിയ സീനാണ്. അതൊന്നും പക്ഷേ ഈ സീൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഈ സീൻ വായിച്ച് ഞാൻ കരഞ്ഞു പോയി. ശരിക്കും. അപ്പോൾ മഞ്ജു ശർമ്മൻ സാറിൻ്റെ അടുത്ത് സാറവിടെ നിന്ന് കരയാണോ എന്ന് ചോദിച്ചു. പക്ഷേ അത് ചിലപ്പം അത്രയും ശോകമൊന്നും പ്രകടമാക്കേണ്ട ഒരു സീനായിരുന്നിരിക്കില്ല അത്. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ഞാനത് ചെയ്തു. സാറ് പ്രത്യേകിച്ചൊന്നും എൻ്റെ അടുത്ത് അത് തിരുത്തുന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ചെയ്ത പോലെ തന്നെ എടുത്തേ ഉള്ളൂ. ആ സീൻ വന്നപ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ഈ മനുഷ്യനെ ശരിക്കും ഈ ശിവദാസ മേനോട് ഒരു ആരാധനയായത്. കാരണം ഇദ്ദേഹം ഇടപെട്ടിട്ട് പറയുകയാണ്, ആ കുട്ടി അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല, നമ്മളിവിടെ നിന്ന് പോകണ്ട, ഓക്കെ, ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി, നിനക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ നിനക്ക് പഠിക്കാം, ജോലി ഉണ്ടെങ്കിൽ ജോലി ചെയ്യാം, ഇവിടെ നിന്നോട് ആരും ചോദിക്കില്ല. അപ്പോൾ ഈ മോൻ പരപ്രാവശ്യം മതി എൻ്റെ വീടാണ് ഇറങ്ങിപ്പോണമെന്നുണ്ട്. ഈ അച്ഛൻ പറയും, നീ പലപ്പോഴും പറഞ്ഞല്ലോ ഇത് നിൻ്റെ വീടാണെന്ന്, പക്ഷേ നിൻ്റെ വീടല്ല, ഇത് എൻ്റെ വീടാണ്. നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിറയിപ്പം ഈ മോള് എൻ്റെ മോളായിട്ട്, എൻ്റെ മരുമോളല്ല, എൻ്റെ മോളായിട്ട് ഈ വീട്ടിൽ താമസിക്കും എന്നാണ് ഈ അച്ഛനോട് പറയുന്നത്. ഭാര്യ അതിൽ എതിർക്കാൻ പറ്റുന്നത് പറയും, നീ ശബ്ദിച്ചു പോലെന്ന് പറയും. ഭാര്യയുടെ വായടച്ചു നിൽക്കുകയാണ്, മറ്റെല്ലാവരെയും വിലക്കാണ്, ആരും ഇതിനെതിരായിട്ടൊന്നും സംസാരിക്കേണ്ടെന്ന് പറയട്ടെ. ആ കുട്ടി അവിടെ നിന്നാണ് അങ്ങോട്ട് ശിവദാസ മേനോൻ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറി പോകുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അതിനുശേഷം അത് കഴിഞ്ഞിട്ട് ഒരു സീനിലാണ് ഈ ശിവദാസ മേനോൻ അദ്ദേഹത്തിൻ്റെ വീട് ഈ സുമിത്രയുടെ പേര് എഴുതി കൊടുക്കും. അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പല കുട്ടികളും നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീധന പീഡനവും അല്ലെങ്കിൽ അമ്മായിയമ്മയുടെയും അമ്മായിയപ്പൻ്റെ ഹരാസ്മെൻറ്റൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ സീനൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ആ മനസ്സിലെ
തിങ്ങി നിൽക്കുന്ന വേദന കരഞ്ഞു തീർക്കാനുള്ള ഒരു മനസ്സിലായി ഒരവസരമായിട്ടാണ് അത് വരുന്നത്. സാറ് അത് പറയുമ്പോഴും സാർ ഇപ്പോൾ ഇമോഷണലായി. അപ്പം അത്രമാത്രം ആ ക്യാരക്ടറുമായിട്ട് കൂടുതൽ ഇഴകിച്ചേർന്ന്, കാരണം ഇത് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തെ അല്ലേ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 വർഷത്തോളം ഉണ്ട്. അപ്പം അത്രമാത്രം സാറ് തരകനിൽ നിന്നും മാറി ശിവദാസ മേനോനായിട്ട് ജീവിക്കുകയായിരുന്നു എന്നു എനിക്കിപ്പം സാറ് ഇപ്പോൾ ഇമോഷണലായപ്പോൾ എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഏറ്റവും വലിയൊരു പിന്നെ എന്നെ സ്പർശിച്ച ഒരു കാര്യം, അനേക പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ഇതുപോലൊരു അമ്മായി അച്ഛനെ എനിക്ക് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനത്തെ ഇതുപോലൊരു അമ്മായിയമ്മൻ എനിക്കും ഉള്ളത്, പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എൻ്റെ ഭർത്താവ് ഇതുപോലാണ്. നമ്മൾ പല മെസ്സേജസും കിട്ടുമായിരുന്നു. ഞാൻ പിന്നെ ഈ മെസ്സേജസ് ഒന്നും വായിച്ചിട്ട് നമ്മൾ പിന്നെ അത് പലപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയുന്നതല്ലാതെ അതൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പുസ്തകം എഴുതാനുള്ള രീതിയിൽ തന്നെ നമുക്കത് ക്രോഡീകരിച്ചെടുക്കാം. അതുപോലത്തെ വികാരങ്ങൾ ഒരു കുട്ടികൾ പ്രകടിപ്പിച്ച് നമ്മളെ അറിയിക്കുന്നത്. അതാണ് ആ സീരിയലിൻ്റെ വിജയത്തിൻ്റെ കാരണം തന്നെ. കാരണം അത് റേറ്റിങ്ങിലൊക്കെ ചരിത്രം സൃഷ്ടിച്ച ഒരു സീരിയലാണത്. സാർ ഇപ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സാർ ഒന്ന് അതിൻ്റെ ഏതോ ഒരു ക്രൂഷ്യൽ ജങ്ക്ചറിൽ സാറ് തന്നെ അറിയാതെ കരഞ്ഞു പോയെന്ന് പറഞ്ഞു അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഇപ്പോൾ സാർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും സാറിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോഴും സാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വഴിക്ക് പെട്ടെന്ന് സാറൊന്ന് വിങ്ങി, മനസ്സൊന്ന് പതറുന്ന അല്ലെങ്കിൽ ഒരു ശബ്ദം ഇടറുന്ന ഒരു തരത്തിലേക്ക് വന്നു. സാറിൻ്റെ ഈ ഇതുവരെയുള്ള ഈ ലൈഫ് ജേണിയിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് റിയൽ ലൈഫിൽ എവിടെയെങ്കിലും ഈ ശിവദാസ മേനോൻ്റെ ഒരു എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംഗതി സാറിൻ്റെ മനസ്സിലുണ്ടോ? ശിവദാസ മേനോൻ്റെ അതുപോലത്തെ ക്യാരക്ടറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, സാറും ശിവദാസ മേനോനെ പോലെ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ശിവദാസ മേനോനുള്ള നന്മയൊന്നും എനിക്കില്ല, അത്രയും നന്മയൊന്നും നമുക്കില്ല. നമ്മൾ എന്നെ സംബന്ധിച്ച ഒരു സാധനം. പക്ഷേ ശിവദാസ മേനോൻ്റെ ഉള്ള ഒരു അമ്മായി അച്ഛനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എൻ്റെ മരുമകളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അതെൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും, എൻ്റെ മോനറിയാം, എൻ്റെ മകൾക്കറിയാം, അവളെ എന്ന് മാത്രം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പിന്നെ സുമത്രയ്ക്കൊന്നും നേരിട്ടുള്ള പ്രയാസങ്ങളൊന്നും നമുക്ക് വന്നിട്ടില്ലാത്ത ആ ഒരു രീതിയിലുള്ള സപ്പോർട്ടൊന്നും അവർക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഫാമിലിയിലൊന്ന് കയറാം. ഒന്ന് ഫാമിലി ഡീറ്റെയിൽസ് ഒന്ന് പറയണം. സാറിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരും അവരിപ്പം എവിടെയാണ് എന്താ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറയണം. എൻ്റെ ഭാര്യ ലവ്ലി കാപ്പൻ, കണ്ടിരുന്നുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. ലവ്ലി കാപ്പൻ പാലായിലാണ് വീട്. കാപ്പിൽ നിന്നാണ് വീട്ടുപേര്, പാലായിൽ. ഓക്കെ. 1975 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 97 ഡിസംബർ 25 ഞങ്ങളുടെ മൂത്തത് മകനാണ്. അവൻ്റെ പേര് ഞങ്ങൾ കണ്ണൻ എന്ന് വിളിക്കും, ഫ്രാൻസിസ് എന്നാണ് അവൻ്റെ പേര്. ദുബായിലുണ്ട്. ഈസ് എ വെരി ഗുഡ് ഫോട്ടോഗ്രാഫർ, നല്ലൊരു ആക്ടറാണ്. നാട്ടിൽ വരുന്ന സമയത്ത് കെ രാജീവ് സാറിൻ്റെ അയലത്തെ സുന്ദരിയിലും തോന്നിയാക്ഷങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 3 മണിയിൽ അഭിനയിച്ചിട്ടുണ്ട്, പരസ്പരത്തിന് അഭിനയിച്ചിട്ടുണ്ട്. ദുബായിൽ എനിക്ക് ഒന്ന് നിയർലി എ ഡസൻ ഓഫ് പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്യാണ്. പിന്നെ മാരീഡ്. വൈഫ് അവിടെ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. വൈഫിൻ്റെ വീട് ചെന്നൈയിലാണ്. എൻ്റെ മകള് ജൂലി, ഞാൻ മണിക്കുട്ടി എന്ന് വിളിക്കും, അവിടെ ഭർത്താവും കുട്ടികളുമായിട്ട് പിന്നെ കോഴിക്കോടാണ്. അവർ വളരെ നാൾ മസ്കറ്റിലായിരുന്നു. മസ്കറ്റിൽ ദോഫർ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മരുമകൻ അവിടെ തിരിച്ചു വന്നപ്പം കോഴിക്കോടുണ്ട്. പിന്നെ എൻ്റെ കൊച്ചുമോള് 8th സ്റ്റാൻഡേർഡിലും കൊച്ചുമോന് 2nd സ്റ്റാൻഡേർഡിലും പഠിക്കാറുണ്ട്. ഇതാണ് എൻ്റെ കുടുംബം. സാറ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് എത്ര കാലമായി? ട്രിവാൻഡ്രത്ത് എനിക്ക് ഓർമ്മയാകുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എൻ്റെ ഫാദറും മദറും ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യായിരുന്നു. ഫാദർ ആയുർവേദ കോളേജിലായിരുന്നു, മദർ ഇവിടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. മദർ കേശവാസ്വരത്തും ഫാദർ ആയുർവേദ കോളേജിലായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളുടെ സ്വദേശം മാവേലിക്കരയാണ്, ചാരിപ്പോട്. അവിടെ നിന്ന് വിവാഹത്തിന് ശേഷം അവരിവിടെ വന്ന് താമസിച്ചു. എനിക്ക് ഓർമ്മയാകുന്ന ഞങ്ങൾ കേശവാസ്വരത്ത് വാടക വീട്ടിൽ താമസിക്കുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരത്ത് വളരെ പ്രശസ്തമായിട്ടുണ്ട് പിള്ളവീട്. പിള്ളവീട്ടുകാരുടെ അവരുടെ ഒരു തറവാട്
അതിൻ്റെ ഒരു ഭാഗം ഒരു വാടകയ്ക്ക് കൊടുത്ത ഒരു പുതിയ വീട് വെച്ചപ്പോഴത്തേക്കാണ് നിന്നത്. തറവാടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നു. അവിടെയാണ് കുറേ നാൾ ഞങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ താമസിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് 1956. ഇവിടെ ഫാദർ പ്രോപ്പർട്ടി വാങ്ങിച്ച അന്നൊരു ചെറിയൊരു വീടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെയൊക്കെ നന്നാക്കി ശരിയാക്കി എടുത്തു. അത് ഈ വീട് ഞാൻ പണിതാണ്. ഞാൻ 1983 ഇതിൻ്റെ പണി 88 തീർന്നു. ഞാൻ പണിച്ച അപ്പോഴത് ഇത് പറയുമ്പോഴത്തേക്ക് പഴയ വീട് ഡിമോളിഷ് ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ ബ്രദർ വീട് വെച്ചിരിക്കുന്നത്. ബ്രദർ മരിച്ചുപോയി. എനിക്കൊരു മൂത്ത സിസ്റ്ററുണ്ട്, ഡോക്ടർ ശാന്തമ്മ, കാഞ്ഞിരംകുളത്ത് ഡിസ്പെൻസറി നടത്തുകയായിരുന്നു. സിസ്റ്ററും ബ്രദറായും കൂടെ. സിസ്റ്റർ മരിച്ചുപോയി. അപ്പോൾ ഞങ്ങളുടെ 3 പേര് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു ഫാദറും മദറും വാങ്ങിച്ചിരുന്ന പ്രോപ്പർട്ടിയാണ് ഇവിടെ ഉള്ളത്. സാറ് നേരത്തെ സംസാരിച്ചപ്പോഴത്തേക്കും ഈ ആക്ടിങ് ഒരു എക്സ്പീരിയൻസ് സ്കൂൾ കോളേജ് പഠനകാലത്ത് നാടകങ്ങളിലും മറ്റും അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളിങ്ങിൻ്റെ ഒരു ഇതുകൂടെ പറയണം. എവിടെയായിരുന്നു സാറിൻ്റെ സ്കൂളിങ്ങും കോളേജ് സ്റ്റഡീസും ഒക്കെ എവിടെയായിരുന്നു? സ്കൂളിങ് ഞാൻ പിന്നെ ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്ന സ്കൂള് പട്ടത്തെ LIC മുമ്പിൽ ഒരു സ്കൂളിൽ പോകുന്നത്. അതിപ്പം കാണുന്നതല്ല, അന്നത്തെ സ്കൂൾ. ഞാൻ പഠിക്കുന്ന സമയത്ത് നല്ല നീളത്തിൽ ഒരു ഓടിട്ട ഒരു കെട്ടിടം നീണ്ടു കിടക്കുകയാണ്. പിന്നെ വലിയൊരു പ്ലേ ഗ്രൗണ്ടുണ്ട്, മുറ്റമുണ്ട്. അതിൻ്റെ മുറ്റത്തെല്ലാം ഉറക്കംതൂങ്ങി മരങ്ങളും ഒക്കെ ആയിട്ടുള്ള സംവിധാനമാണ്. അത് നമ്മളെ വളരെയധികം കോരിത്തെരിപ്പിക്കുന്ന ഓർമ്മയാണ് അന്നത്തെ സ്കൂളിനെ പറ്റിയുള്ള. ആ സ്കൂളൊന്നും ആ പരിസരം ഇപ്പോൾ സാധനങ്ങളില്ല. പിന്നെ മലബാറിലെ ഗ്രാമങ്ങളിലൊക്കെ ചില ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് അതിനെ അങ്ങനത്തെ സ്കൂളിനെ പറ്റി ഓർമ്മ വരും. അന്ന് എൻ്റെ സ്കൂളിനെ പറ്റി ഓർമ്മ വരും. അപ്പോൾ അവിടെയാണ് ആദ്യം പഠിച്ചത്, പട്ടത്ത്. എനിക്ക് വന്ന് അവിടെ ഞാൻ 1, 2, 3 വരെ അങ്ങോട്ട് അവിടെ പഠിച്ചു. അതിനുശേഷം ആ സമയത്താണ് എൻ്റെ ഫാദർ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്. ഞങ്ങൾ ഈ പിള്ള വീട്ടുകാരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുമ്പോൾ, അത് ഉള്ളൂരാണ് ആ വീട്. അപ്പോഴാണ് ഈ പട്ടത്ത് പഠിച്ചിരുന്നത്. ഈ പ്രോപ്പർട്ടി വാങ്ങിച്ച ശേഷം ഈ പരുത്തിപ്പാറ ഹോളി ക്രോസ് ചർച്ചിൻ്റെ ഒരു സ്കൂളുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ വികാരിയായിരുന്നത് ഒരു ബെൽജിയൻ പ്രീസ്റ്റായിരുന്നു, ഫാദർ ഇറണിയൂസ്. അദ്ദേഹം നടത്തിയിരുന്ന സ്കൂളാണത്. അവിടെ ഞാൻ പഠിച്ചിരുന്നു. അവിടെ 2 ക്ലാസ് അവിടെ പഠിച്ചു. അതിനുശേഷം പ്രൈമറി സ്കൂൾ കഴിഞ്ഞിട്ട് അപ്പർ പ്രൈമറി ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഈ റോഡിൽ തന്നെ ഉള്ള സെൻറ്റ് കൊരീറ്റി സ്കൂൾ, ബെത്തനി സിസ്റ്റേഴ്സ് നടത്തുന്ന സെൻറ്റ് കൊരീറ്റി സ്കൂളിൽ പഠിച്ചിരുന്നു. അവിടെ എനിക്ക് ഇപ്പോൾ ആ ക്ലാസ്സുകളൊന്നും ശരിക്കും എന്നാലും എനിക്കൊന്ന് 4, 5, 6 അവിടെ പഠിച്ചത്. അപ്പോൾ ഞാൻ ഈ പട്ടത്ത് പഠിക്കുമ്പം തന്നെ സ്കൂൾ വാർഷികത്തിനൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാംസിന് എന്നെ ടീച്ചർമാർ അതിനെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കാറുണ്ട്. ഇതിനുമുള്ള ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പട്ടത്ത് പഠിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഒരു ശിശു പ്രദർശനം ഉണ്ടായിരുന്നു. അതിൽ ബെസ്റ്റ് ബേബിയായിട്ട് എനിക്കൊരു സമ്മാനം കിട്ടി. അപ്പോൾ എൻ്റെ മദർ വളരെ അഭിമാനത്തോടെ എൻ്റെ ടീച്ചർമാർക്കൊക്കെ അത് പറഞ്ഞ് എന്നെ കിട്ടി. അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു. അപ്പോഴായിരിക്കും അവർക്ക് തോന്നിയത് ഒരു പ്രസൻറ്റബിൾ ചൈൽഡാണെന്ന് തോന്നിക്കാണും. അതുകൊണ്ടൊക്കെ ആയിരിക്കും അന്നൊക്കെ സ്റ്റേജിൽ എല്ലാ കാര്യത്തിനും പിടിച്ച് കിട്ടും. പിന്നെ പ്രൊഫസറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ബുക്ക് കൊടുക്കാനായിട്ടൊക്കെ പിടിച്ച് കയറ്റുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പരുത്തിപ്പാറ പഠിക്കുമ്പം അവിടുത്തെ ടീച്ചേഴ്സ് ഞാൻ പ്രോത്സാഹനം തരുമായിരുന്നു. പക്ഷേ എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്കൊരു ഫൗണ്ടേഷൻ കിട്ടുന്നത് ഞാൻ ഈ സെൻറ്റ് കൊരീറ്റി സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അവിടെ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന 2-3 സിസ്റ്റേഴ്സ്, ഒരു സിസ്റ്റർ ഹെലന, ഒരു സിസ്റ്റർ സ്ലീബ, ഒരു സിസ്റ്റർ സഹിയ, ഇവരൊക്കെ കുട്ടികളെ നാടകങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കുന്നതിന് വളരെ വിദഗ്ധരായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളൊരു അഭിനയിക്കുമ്പോഴത്തെ നമുക്ക് ശരിക്കുള്ള എക്സ്പ്രഷൻസ് വേണമെന്നുള്ളത് മനസ്സിലാകുന്നതും പിന്നെ സംഭാഷണത്തിന് മോഡുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പഠിപ്പിക്കുന്ന അവരാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്ന് നീ പുസ്തകം വായിക്കല്ലേ, നീ അഭിനയിക്കുകയാണ്, ഇങ്ങനെ പറഞ്ഞാൽ പോരാ, പുസ്തകം വായിക്കുന്നപോലെ പറഞ്ഞാൽ പോരാ, അതിൻ്റെ മോഡുലേഷൻ ശരിക്ക് വരണം, അത് ആ രീതിയിൽ നീ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നവരിൽ സംസാരിക്കുക എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയിട്ട് മുഖത്ത് എക്സ്പ്രഷനായി വരുന്ന രീതിയിൽ പറഞ്ഞ് പഠിപ്പിച്ചത് അവരാണ്. അപ്പോൾ ഞാൻ അവിടെ പഠിച്ച 3 വർഷം എനിക്ക് ശരിക്കും അഭിനയ സിദ്ധി തന്നെ ഉണ്ടായെന്ന് പറയാം. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ കാത്തലിക്സിന് മിഷൻ സൺഡേ എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അന്ന് ഏതെല്ലാം തരത്തിൽ നമുക്ക്
ധനസമാഹരണം നടത്തുക, അതെല്ലാം നടത്തിയിട്ട് പാവപ്പെട്ടവർക്ക് അത് കൊടുക്കേണ്ട രീതിയിലാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ട് നാടകം അഭിനയിപ്പിക്കും. എന്നിട്ട് അതിന് ചെറിയ രീതിയിൽ ഒരു എൻട്രി ഫീസ് വെച്ചിട്ട് ആൾക്കാരുടെ പൈസ എടുത്തിട്ട് അത് ഈ പാവങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു നാടകം ഞാൻ അഭിനയിക്കുക. അത് ഞാൻ ചെയ്ത് എനിക്ക് തോന്നുന്നത് സി.എൽ. ജോസിൻ്റെ പാവങ്ങളുടെ പടയാളി ആ ഒരു നാടകമാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഞാനന്ന് 5-ോ 6-ോ കൊണ്ട് പഠിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ ഒരു നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതിലൊരു ശോകരംഗം ഒരു സംഭാഷണം വന്നപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേജിൽ നിന്ന് അറിയാതെ കരഞ്ഞു. ആ സംഭാഷണം കരഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള അത്ര ദുഃഖകരമായ ഒരു സംഭവമാണ്. അതപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വന്നിട്ട് ഞാനത് ശയിച്ചു പോയി. ഇതെങ്ങനെ ഇങ്ങനെ വരുന്നതെന്നുള്ള അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു ക്യാരക്ടറുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് നല്ല രീതിയിൽ നമ്മളൊരു നല്ലൊരു ഒരു ഒരു സംഭാഷണ ശകലവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അന്നാണ് ഞാൻ മനസ്സിലായത് ആദ്യമായിട്ട്. അതിനുശേഷം ഞാൻ ഇവിടെ പല നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് എനിക്കിവിടുത്തെ സാഹിത്യ സഭ സെക്രട്ടറി ആയിരുന്നു ഈ സ്കൂളിലെ. അതുകഴിഞ്ഞിട്ട് അവിടെ ബെസ്റ്റ് ആക്ടർ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നാടകത്തിൽ തന്നെയുള്ള സെൻറ്റ് ജോൺ സ്കൂളിൽ പോകുന്നത്. അവിടെ 8, 9, 10 3 ക്ലാസ്സിൽ അവിടെ പഠിക്കുന്നു. അവിടെ പഠിച്ച 3 വർഷം എനിക്ക് ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടി. 3 വർഷം നാടകങ്ങളിൽ ഞാൻ അഭിനയിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർഗൻസ് കോളേജിൽ പോയി. അവിടെ പലപ്പോഴും ഞാൻ നാടകങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കോളേജിലെ ഒരു ബെസ്റ്റ് ആക്ടർ സമ്മാനം കിട്ടിയിട്ടില്ല. വളരെയധികം കൊതിച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു അവിടെ ഫ്ലോപ്പായ ഒരു നാടകം ഞാൻ വീണ്ടും എൻ്റെ ഫ്രണ്ട്സിനോട് പ്രാക്ടീസ് ചെയ്തിട്ട് ഞങ്ങളുടെ കാത്തലിക് സ്റ്റുഡൻസ് യൂണിയൻ ഈ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ക്രിസ്ത്യൻ കോളേജിനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു നാടക മത്സരം ടാഗോർ സെൻട്രൽ ഹാളിൽ നടത്തിയിരുന്നു. അവിടെ എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടി. അത് കിട്ടി. അത് കഴിഞ്ഞിട്ടൊരു വിത്തിൻ 1 ഇയർ ഞാൻ ഖത്തറിൽ പോയി. ഖത്തറിൽ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങളൊന്നുമില്ല. അങ്ങനെ ഒന്നും അധികം നാടകങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ പിന്നെ ഒരു ട്രാവൽ ബ്യൂറോ ആണ്, ഡർവിഷ് ട്രാവൽ ബ്യൂറോ എന്നൊരു ട്രാവൽ ബ്യൂറോയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് വളരെ പ്രശസ്തമായ ഒരു കമ്പനി കേബിൾ ആൻഡ് വയർലെസ്, ബ്രിട്ടീഷ് കമ്പനിയാണ്. ആ കമ്പനിയിൽ ട്രാഫിക് ക്ലർക്കായിട്ട് ജോലിയിൽ കയറി. നല്ല ശമ്പളം, നേരത്തെ കിട്ടിയതിനേക്കാളും ഇരട്ടിയിൽ കൂടുതൽ ശമ്പളത്തിനാണ് അവിടെ ജോലിക്ക് കയറുന്നത്. അത് ശരിക്കും ഒരു അഭിമാനത്തിൻ്റെ ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ആ ഒരു കമ്പനിയിൽ ജോലി കിട്ടുക അത്ര നല്ല പ്രശസ്തമായ ഒരു കമ്പനിയാണ്. ആ സമയത്തും ഈ ആക്ടിങ് പാഷൻ ഉള്ളിൽ ഉണ്ടായിരുന്നു, പക്ഷേ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടിയില്ല. അതിൻ്റെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഈ ഇൻവെസ്റ്റിഗേഷനിലൊക്കെ നിന്ന് കേട്ട് ഞാനൊരു ശരിക്കും ഒരു വർക്കഹോളിക്കായിട്ട് മാറി. കാരണം നമ്മുടെ നോർമൽ ടൈമിലൊന്നും ചെയ്താൽ തീരുന്ന ജോലി ആയിരിക്കില്ല. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ ജോലി ചെയ്യുക, അങ്ങനെ ഒരു ചിലപ്പോൾ ആഹാരമൊന്നും സമയത്തിന് കഴിക്കാതെ നിന്ന് ജോലി ചെയ്യുക എന്നുള്ള അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് ആ അവിടെ പ്രൊമോഷൻസ് കിട്ടി. സ്റ്റോർസ് കൺട്രോളായിരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെ ഖത്തറൈസേഷൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഖത്തറിലെ തന്നെ മറ്റ് പ്രശസ്തമായ ഗവൺമെൻറ് കീഴിലുള്ള ഒരു പിന്നെ ഖത്താർ പെട്രോൾ കമ്പനിയിൽ എനിക്ക് ഖത്താർ പെട്രോ കെമിക്കൽ കമ്പനിയിൽ ജോലിക്ക് കയറി, കാപ്കോ എന്ന് പറയും. അവിടെയും എനിക്ക് ആദ്യം കിട്ടിയത് പ്രൊജക്ട് മെറ്റീരിയൽസ് കോർഡിനേറ്ററായിട്ട് കിട്ടി. അത് കഴിഞ്ഞ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഓഫീസറായിരുന്നു. അവിടെ നിന്ന് തന്നെ വെയർ ഹൗസിലോട്ട് ഹെഡ് ഓഫ് വെയർ ഹൗസായിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ പിന്നെ ആക്ടിങ് മെറ്റീരിയൽസ് മാനേജറുമായിരുന്നു. മെറ്റീരിയൽസ് മാനേജർ ഏതെങ്കിലും പിന്നെ അവിടെ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ജോലി കൂടെ ചെയ്യേണ്ടത്. അങ്ങനെ വളരെ നല്ലൊരു പൊസിഷനാണ് ആ കമ്പനിയിൽ ജോലി ചെയ്തത്. അവിടെ ഇത് തന്നെയാണ് ഈ നമ്മുടെ ഒരു ക്യാരക്ടറാണ് വർക്കഹോളിക്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ദോഹയിൽ ആ സമയത്തൊക്കെ വളരെയധികം അഭിനയശക്തിയുള്ള കുറേ കലാകാരന്മാർ അവിടെ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് പരിചയമുള്ള ഒരു ഉണ്ണിയുണ്ട്, പുള്ളി മലബാറിൻ്റെ ആണ് പുള്ളിയുടെ പേര്. ഉണ്ണി, പിന്നെ അയിരൂർ മോഹൻ, സുധാകരൻ, ഇവരൊക്കെ ഇപ്പോഴും അവരൊക്കെ ഉണ്ണിയുണ്ടോയെന്ന് എനിക്കറിയില്ല. അയിരൂർ മോഹൻ ഇപ്പോൾ സീരിയലും ഫിലിം പ്രൊഡ്യൂസറാണ് അദ്ദേഹം. സുധാകരനാണെങ്കിലും ഇപ്പോഴും അഭിനയിക്കാറുണ്ട്. അവരൊക്കെ നാടകങ്ങൾ അവതരിപ്പിക്കും. പക്ഷെ അവരുടെ കൂടെ പോയിട്ട് അതിൽ പങ്കെടുക്കാനും റിഹേഴ്സൽ ഒരു സമയം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എൻ്റെ ഈ ജോലി കാരണം. അതുകൊണ്ട് ഞാൻ അത് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം എനിക്കത് സങ്കടം തോന്നുന്നു. അന്ന് ഇത്രയും വർക്കഹോളിക്കാതെ കുറച്ച് സമയം അതിനുവേണ്ടി അവരുടെ കൂടെ പോയി വെച്ചാൽ അവരൊക്കെ
വളരെയധികം നല്ല അഭിനേതാക്കളാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കഴിവുകൾ ഒന്ന് ശ്രദ്ധിച്ചു പോനെ. അത് കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് 2 നാടകങ്ങളെ അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞങ്ങളുടെ പള്ളിയിലാണ്, അവിടുത്തെ ഖത്തറിലെ പള്ളിയിൽ. ഒന്നൊരു ബിബ്ലിക്കൽ ഡ്രാമ, അതിലൊരു കിങ് ആഹാബായിട്ടും, മറ്റൊരു നാടകം ഒരു കോമഡി, അതിലൊരു പ്രായം ചെന്നൊരു ആളായിട്ട്. അങ്ങനെ 2 നാടകം അവിടെ വെച്ച് അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് 2009 ഞാനിവിടെ തിരികെ വന്നത്. സാർ, ഈ സീരിയലിൽ അഭിനയിക്കുമ്പോഴത്തേക്കും നമുക്ക് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലാണ് നമുക്ക് പലതും നമ്മൾ ക്യാരക്ടർ എന്താണ്, ഇന്ന് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ലൊക്കേഷനിൽ എത്തി പെട്ടെന്നായിരിക്കും ഇത് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ ക്യാരക്ടറായിട്ട് ഒരു മോൾഡിങ് അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ വിശേഷമാണ് പൊതുവേ സീരിയൽ. കാരണം സീരിയലുകാരുടെ അത് കുറ്റമല്ല, അവർക്ക് ഒരു ദിവസം മാക്സിമം ഫുട്ടേജ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ എയിം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടിങ് പാറ്റേൺ സാറിന് തുടക്കകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നോ? പിന്നെ അത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കുടുംബവിളക്കിന് മുമ്പ് ഞാൻ അഭിനയിച്ച പലതിലും അങ്ങനെ ഒരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. നമ്മുടെ അടുത്ത് വിളിക്കും, എന്നിട്ട് ഡയലോഗ് പ്രോംപ്റ്റ് ചെയ്യും. അപ്പോൾ ഡയറക്ടർ ഒരു ഉദ്ദേശം, ഒരു കാര്യം പറയും, ഇന്നത് ചെയ്തെന്ന് പറയും. ആ രീതിയിൽ അങ്ങ് ചെയ്തു പോവുകയാണ്. കുടുംബവിളക്കിൽ വന്നതിന് ശേഷം നമുക്ക് സീൻ വായിക്കാൻ തരും. സീൻ വായിക്കാൻ തരുമ്പോഴും നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാവും. നമുക്ക് ആ ഒഴുക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. കുടുംബവിളക്കിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഞാൻ കഥയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമായിരുന്നു. മറ്റുള്ളതിനും അങ്ങനെ ആയിട്ടില്ല. മനസ്സിലായി. ആ കഥയുടെ പിന്നെ പ്രധാന ഗതിയിലേക്ക് ഞാൻ കടന്നു വരാതെ സൈഡ് ചെയ്ത് മാത്രം വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. അപ്പോഴെനിക്ക് ആ കഥ മുഴുവൻ അറിയണമെന്നില്ല. മനസ്സിലായി. അങ്ങനെയാണ് പോയിട്ടുള്ളത് ആദ്യമൊക്കെ. പക്ഷേ കുടുംബങ്ങളൊക്കെ എനിക്ക് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ ഡയറക്ടർ അദ്ദേഹം പിന്നെ പലപ്പോഴും ചെല്ലുമ്പോഴേ പറഞ്ഞാണ്, സാറേ ഇന്നതാണ് സംഭവം, ഇന്ന് സാർ അഭിനയിക്കേണ്ട ഇന്നതാണ്, ഇപ്പോഴതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ള പറയും. മഞ്ജു ധർമ്മൻ സാറാണെങ്കിലും പറയാണ്, സാറേ ഡയലോഗ് വായിച്ചൊക്കെ സാറ് തകർത്തോണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ചാണ് നിർത്തുന്നത് ഇവരൊക്കെ. ഈ ഞാൻ കുടുംബങ്ങളിൽ അവസാനം അഭിനയിക്കുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ, ഒന്ന് ഞാൻ എൻ്റെ മകനെ കൊല്ലാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. കഴുത്തിഞ്ഞൊക്കെ കൊല്ലാൻ വേണ്ടി സാർ. അപ്പോൾ എൻ്റെ അടുത്ത് ഡയറക്ടർ രാവിലെ തലേദിവസം പറഞ്ഞു, സാറേ നാളെ വരാൻ പോകുന്ന സീനാണ്, താൻ സിദ്ധാർത്ഥനെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, സാറേ അതെനിക്ക് ചെയ്യാൻ പറ്റും, സാറ് ഞാൻ കൂടിയില്ലേ, ഞാൻ ഇവിടെ ഇരിക്കണ്ടേ, സാർ ചെയ്തുകൊണ്ടാണ്, ഞാൻ പറഞ്ഞുതരാം പറഞ്ഞു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു പാകപ്പഴ വന്നാൽ തന്നെ ഡയറക്ടേഴ്സ് നമ്മളെ പറഞ്ഞ് ചെയ്യുന്നത്. ഇത് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇത് ശരിക്കും ഈ സീരിയലൊക്കെ ഡയറക്ടേഴ്സിൻ്റെ ക്രിയേഷനാണ്. സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും. ചില ഡയറക്ടേഴ്സൊക്കെ സ്ക്രിപ്റ്റ് തിരുത്തുന്നതന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ പ്രതീക്ഷിക്കുന്ന രീതി വന്നിട്ട് അവർ കറക്റ്റ് സ്ക്രിപ്റ്റ്. അങ്ങനെയുള്ള ഒരു ആക്ടിങ് പാറ്റേണിൽ നിന്നും സാറ് കുറച്ച് സിനിമകളിലും വേഷം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ പറഞ്ഞൊരു ആത്മസംതൃപ്തി ലഭിക്കുന്നതെന്നല്ല. അത് ഈ അഭിനയകാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു അഭിനേതാവിനെ സംബന്ധിച്ചോളം ഞാൻ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ് ഒരു അഭിനേതാവിനെ സന്തോഷം ഉണ്ടാക്കുന്നത്. ഒന്ന്, അയാളുടെ പാഷൻ, അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം. എന്നെ ഇപ്പോൾ ആരും വന്നിട്ട് അഭിനയിക്കാൻ വേണ്ടി ഞാൻ പോകും. കാരണം എനിക്കതുപോലെ ഇഷ്ടമാണ്, അഭിനയിക്കുന്നത് ഇഷ്ടമാണ്. അഭിനയിക്കാൻ വേണ്ടി ഒരു അവസരം കേട്ടുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ആ പാഷൻ എനിക്ക് ചെറുപ്പം മുതലേ ഉണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വികാരമായിട്ട് ഞാൻ നിൽക്കുന്നതാണ്. അപ്പോഴത് ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ചാടി വരും, പാഷൻ. രണ്ടാമത്തെ, നമ്മുടെ ഒരു പിന്നെ പ്രശസ്തി, നമ്മുടെ മനസ്സിന് ഒരു ആത്മസംതൃപ്തി. ഓക്കെ, മറ്റുള്ളവർ നന്നായെന്ന് പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാകപ്പെടേണ്ടാൽ അത് ഇത്രയും വേണ്ടായിരുന്നില്ല, ഇങ്ങനെ വേണ്ട, കുറച്ചുകൂടെ വ്യത്യാസം വരണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു ആൾക്കാരുടെ ഒരു നമ്മളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പ്രശസ്തി. അത് ഈ 2 കാര്യങ്ങൾ മതി നമ്മളൊരു അമച്വർ അഭിനേതാവിനെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ. മനസ്സിലായി. നമ്മുടെ പാഷനെ സാറ്റിസ്ഫൈ ചെയ്യുക, നമുക്ക് പ്രശസ്തി കിട്ടുക, ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുക, അപ്പോഴത്തേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ ഏത് സമയത്ത് നമ്മൾ പ്രൊഫഷണലാണെന്ന് വിചാരിച്ചാൽ പിന്നെ റെമ്യൂണറേഷൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്.
വരുമാനം നമുക്ക് എത്രയാണ് കിട്ടുന്നത്. വരുമാനം വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മാനുഷികമായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മൾ നമ്മുടെ വരുമാനം മറ്റുള്ള ആൾക്കാരുടെ വരുമാനമായിട്ട് നമ്മൾ താരതമ്യപ്പെട്ടിരിക്കും. നമ്മുടെ വരുമാനം മുമ്പ് കിട്ടിയ വരുമാനമായിട്ടും അല്ലെ മറ്റാരും പറഞ്ഞു ഇതൊക്കെ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം ചെറിയ പ്രയാസം ഉണ്ടായി തന്നെ ചിലപ്പോൾ അത് നമ്മുടെ പിന്നെ പെർഫോമൻസിനെ അത് ബാധിച്ചെന്നിരിക്കും. ഞാൻ ആ ചോദ്യം ഞാൻ വിട്ടുപോയി. എന്താണ് ചോദ്യം ചെയ്ത് പിന്നെ ഫിലിമിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ആത്മസംതൃപ്തിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവാനുഗ്രഹത്താൽ ലഭിച്ചത് ഈ കുടുംബവിളക്ക്. എനിക്ക് ഇനി ഇതുപോലൊരു വേഷം കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലാന്ന് ഞാൻ പറയുന്നില്ല. പ്രതീക്ഷ എപ്പോഴും മനുഷ്യന് ആവശ്യമാണ്. പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ക്യാരക്ടർ ലൈക്ക് അതുപോലെ നല്ലൊരു ക്യാരക്ടറാണ്. കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അഭിനയിക്കുന്ന ആളിനെ ഇഷ്ടപ്പെടും. അങ്ങനത്തെ ക്യാരക്ടർ. മനസ്സിലായി. സാർ ഇതിനിടയിൽ നിരവധി ഈ പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ടല്ലോ. പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ട് അപ്പോൾ ഞാനത് പറഞ്ഞു സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കുടുംബവിളക്കിൽ ഞാൻ അഭിനയിച്ച ലെവലെത്തണമെങ്കിൽ ഇത്രയൊന്നും ഈ ലെവലൊന്നും നമ്മൾ നിന്നാൽ പോരാ. നമ്മളൊരു നെടുമുടി വേണുവിൻ്റെയോ തിലകൻ്റെയോ ഒക്കെ ആ ലെവലിൽ നമ്മൾ എത്തിയാലേ അതുപോലത്തെ റോളൊക്കെ സിനിമയെ കിട്ടുള്ളൂ. ഇപ്പോഴും സിനിമയെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ ഒരു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പല സുഹൃത്തുക്കൾ എന്ന് പറയും എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാനവിടെ വീട്ടിൽ ചിലപ്പം പറയാറുണ്ട്, ഞാൻ ഗൾഫിൽ പോകാതെ അന്ന് ഈ ഫീൽഡിലോട്ട് പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഈ പരസ്യങ്ങളുടെ കാര്യം, പരസ്യം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പരസ്യം പിന്നെ ഏഷ്യാനെറ്റിന് വേണ്ടിയായിരുന്നു. ഏഷ്യാനെറ്റ് പിന്നെ ഡിജിറ്റൽ സെറ്റപ്പ് ബോക്സ് വേണ്ടി അഭിനയിച്ചു. പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പ്രവീൺ റവങ്കർ സാറിൻ്റെ ഒരു മാട്രിമോണിയൽ ഒരു ഏജൻസിയുടെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചു. അത് നല്ല ഒന്നാണ്. അത് പന്തളത്ത് വെച്ചായിരുന്നു ഷൂട്ട് നടന്നത്. എന്താ നായർ സമാജം എന്നുകൊണ്ട് ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചാവറ അഡ്വർടൈസ്മെൻറ്റ് പിന്നെ ഡാമേജ് സിമെൻസിന് വേണ്ടി വന്ന് ഞാൻ ചെയ്തിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് ഞാൻ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ പല ഏകദേശം 10-12 പിന്നെ പരസ്യങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സാർ ഈ ആക്ടിങ് അല്ല സാറിന് വേറെ എന്താണ് ഈ കലാവൈഭവങ്ങൾ? പാടുമോ സാറ്? എന്താ പാട്ട് ഇഷ്ടമാണല്ലോ, പാട്ട് കേൾക്കാൻ ഇഷ്ടം. പിന്നെ ഞാൻ പാട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഇൻട്രിക്കസീസ് ഒന്നും നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ പിന്നെ ശരിക്കുള്ള താളം ചിലപ്പോൾ പിച്ച് ശരിയായിട്ടെന്ന് വരും. അതിൻ്റെ സംഗതി എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് ശരിയായി കിട്ടുമെന്നുള്ള ആത്മവിശ്വാസമല്ല, പാടാനുള്ള ആത്മവിശ്വാസമുണ്ട്. വേറെ പിന്നെ ഞാൻ ചിലപ്പോഴൊക്കെ എഴുതും. കുറച്ച് ചെറിയ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. കവിതകൾ ഈ പറഞ്ഞ പോലെ കവിതയുടെ നിയമങ്ങളും നോക്കിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ആ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാകാത്തൊരു ചെറിയൊരു പദ്യ രൂപേണ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങളും ചില ലേഖനങ്ങളും സ്റ്റോറിയൊക്കെ എഴുതിയിട്ടുണ്ട്. പൊതുവേ ഈ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു സെൽഫ് മാർക്കറ്റിംഗ് വളരെ നിർബന്ധമാണ്. നമ്മൾ കൂടുതൽ സജീവമാകുക, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ലൈം ലൈറ്റിൽ വരിക, കൂടുതൽ ബന്ധങ്ങൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. സാർ എങ്ങനെയാണ് അക്കാര്യത്തിൽ, ഒരു സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ സാർ എങ്ങനെയാണ്? സെൽഫ് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ ഞാനത് പറഞ്ഞാൽ ഐ എം വെരി പൂർ ഇൻ ഇറ്റ്. സെൽഫ് മാർക്കറ്റിംഗ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അത് പിന്നെ എൻ്റെ അടുത്ത് നമ്മുടെ ഈ ഫീൽഡിൽ വളരെ പ്രശസ്തനായ ഒരു ഡയറക്ടർ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്, സാറേ ഈ ഫീൽഡിൽ സാറിന് കയറി വരണമെന്നോ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സാറ് ആൾക്കാരെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം. ചിലപ്പം കാല് പിടിക്കേണ്ടി വരും. വിളിച്ച് അവർ റെസ്പോണ്ടിന് പിന്നെയും വിളിക്കുക, അവസരം കിട്ടുന്നവരെ വിളിക്കുക. എന്നിട്ട് പുള്ളി അപ്പോഴും തന്നെ പറഞ്ഞു, സാറിനെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാണ് ഈ ഫീൽഡെന്ന് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. കാരണം പലപ്പോഴും ഞാൻ ചില ആൾക്കാരോട്, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, വളരെ വ്യക്തിബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ തന്നെ ഈ ഫീൽഡിലുള്ളവരോട് നമ്മൾ പറയുമ്പോഴേ പലപ്പോഴും ഇവർ ഉള്ളത് തുറന്നു പറയില്ല. അതാണ് ഏറ്റവും സങ്കടം വരുന്നത്. എന്നെക്കൊണ്ട് ചെയ്യാൻ പ്രയാസമാണ്, അല്ലെങ്കിൽ അതെന്നെ അല്ല, ഇന്ന ആളിനെ സമീപിച്ചാൽ നടക്കാം, അതല്ല നമുക്ക് ചെയ്യാം, വിളിക്കാം, വെയിറ്റ്, ഞാൻ വിളിക്കാം, വരട്ടെ, സംഭവം വരട്ടെ.
എന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും ചെയ്യാതിരിക്കുക. ആ രീതിയാണ് ഞാൻ പലരും കണ്ടിട്ടുള്ളത്. അങ്ങനെ രണ്ടാമവരെയൊക്കെ ഒന്ന് വിളിച്ചത് ബുദ്ധിമുട്ടിക്കാൻ എനിക്കൊരു പ്രയാസമുണ്ട്. അവരെ ബുദ്ധിമുട്ടിക്കാനും ഞാനും ബുദ്ധിമുട്ടിട്ട് വെറുതെ എന്തിനു ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും എൻ്റെ അടുത്ത് ഈ ഒരു 2 ആഴ്ച മുമ്പും എന്നെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ഡയറക്ടർ, ഞാൻ ബഹുമാനിക്കുന്ന ഒരു ഡയറക്ടർ എന്നെ വിളിച്ച് സംസാരിച്ചു. സാറേ ഇപ്പം വർക്കുണ്ട്. ഞാൻ പറഞ്ഞൊന്നുമില്ല സാറേ. അതെന്താ സാർ ഇല്ലാത്തത്? ഞാൻ പറഞ്ഞു ആരും ഇതുവരെ വിളിച്ചില്ല സാറ്. അപ്പം അദ്ദേഹം പറഞ്ഞു വിളിക്കുമെന്ന് സാറ് വിചാരിക്കരുത്, സാർക്കാരെ അങ്ങോട്ട് വിളിക്കണം. വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന സീരിയലിൽ പിന്നെ കുടുംബവിളക്കിൽ ശിവദാസ് പറഞ്ഞിട്ട് അഭിനയിച്ച ആളാണ്, ഇപ്പം കുടുംബവിളക്ക് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വേറെ അവസരം നോക്കിയിരിക്കുകയാണ്, എന്തെങ്കിലും സാറിൻ്റെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരണം എന്ന് സാറ് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ അതിന് ഇങ്ങനെ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു രംഗത്ത് സജീവമായിട്ടിരിക്കണം. നമ്മൾ ഫേസ് അവിടെ ഇവിടെയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. പറയും പോലെ തരകൻ ചേട്ടൻ ഉണ്ടല്ലോ, തരകൻ ചേട്ടൻ ഇന്നലെയും കണ്ടതാണല്ലോ, അല്ലോ തരകൻ ചേട്ടൻ മെനിഞ്ഞാൽ, ഇങ്ങനെ ഒരു ടോക്ക് ഇൻഡസ്ട്രിക്കകത്തും പ്രേക്ഷകരുടെ ഇടയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുകയും. അപ്പോൾ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു, ഞാൻ അക്കാര്യത്തിൽ സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമാണെന്ന് പറഞ്ഞു. അപ്പം സാർ ആത്മയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക, അവരുമായിട്ടൊക്കെ കൂടുതൽ മിങ്കിൾ ചെയ്യുക, കൂടുതൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുകയും അവരുമായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടുകയുള്ളൂ. സാറിന് തന്നെ അറിയാം, സാറിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ സാറിനെ വിളിച്ച് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും സാറിന് ഇനി ആരുടെയും മുമ്പിൽ ചെന്ന് സാർ ആരാണെന്ന് പ്രത്യേകിച്ച് ഒരു റെഫറൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കുടുംബവിളക്കിലെ ശിവദാസ മേനോൻ ഒറ്റ പേര് മതി സാറിലെ കലാകാരനെ അറിയാനും മനസ്സിലാക്കാനും, സാറിൻ്റെ ടാലൻ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും. കൂടുതൽ അവസരങ്ങൾ സാറിനെ തേടി വരട്ടെ. സാറ് കൂടുതൽ ഈ സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. ദൈവം താങ്കളെയും താങ്കളുടെ ചാനലിനെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച് സാർ. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പെരും നദിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയനു നിൻ കൃപമതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്നഭയം, വന്നിടുമോ പിന്നെ ഭയം. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പെരും നദിയേ.